ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീഷാസ് കിച്ചൺ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വറുത്തരക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അതേപോലെ 1 സ്പൂണ് സാദാ മുളക് പൊടിയും നമുക്കിതിലേക്ക് ഇടണം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയത്തേക്ക്, അതായത് ഒരു 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മിക്സ് ആയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി മസാല സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 ഉള്ളിയും 2 പച്ചമുളകും 1 ഇഞ്ചിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ചതുക്കിയെടുക്കാം. വെളുത്തുള്ളി ഞാൻ തോലോടെയാണ് ഇവിടെ ചതുക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട്. വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചട്ടിയാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, അതേപോലെ നിങ്ങൾ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ചൂടായി വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ച മസാല പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് കുറച്ചൊന്ന് വഴറ്റി കിട്ടുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി വഴറ്റി എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ കരിഞ്ഞു പോകാണ്ട് ഇത് നോക്കണം. Opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of song. ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള സൈസിൽ വേണം തക്കാളി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉള്ളി കുറച്ച് നന്നായി വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് അടച്ചു വെച്ചിട്ടൊക്കെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ മസാല സെറ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമുക്ക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അടുത്തൊരു പരിപാടി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവരും ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചൂടായി തണിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യാൻ നോക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളെ മല്ലിയില ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പൊടിയും അതേപോലെ അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് നന്നായിട്ട് ചൂടുവെള്ളം കൂടി അതിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും ചിക്കൻ പൊടിയും അതേപോലെ ഗരം മസാല ഇട്ടിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഓൾസോ ചെയ്യണം. അതുപോലെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നമുക്കിത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും എല്ലാം കോംബോ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.